ആജ്ഞാചക്രത്തിന് തേർഡ് ഐ എന്ന പേര് കൂടെ ലോകത്തിലെ പല കൾച്ചേഴ്സും പേരിട്ട് വിളിക്കാറുണ്ട്. ഒരു ഓമന പേര് പോലെയാണ്. എല്ലാവർക്കും അവരുടേതായ ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ നമ്മൾക്കതിൻ്റെ വേരിൽ നിന്ന് അതിനെ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഓഫ് കോഴ്സ് ഭാരതത്തിൽ നിന്നാണ് ലഭിക്കുക. അവർ പറയുന്ന യോഗ സയൻസുമായി റൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഏതെല്ലാം വസ്തുവിൽ പ്രകാശം തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ലൈറ്റ് തട്ടി അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതിനെ കാണാനും പെർസീവ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്ന ടൂളാണ് നമ്മുടെ ഹ്യൂമൻ ഐസ്, 2 കണ്ണുകൾ. അതിനെ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നത് ഹ്യൂമൻ ബ്രെയിൻ. ഇനി ഏതിലൂടെയാണോ ലൈറ്റ് പാസ് ത്രൂ ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. റിഫ്ലക്റ്റ് ചെയ്താൽ ഈ 2 കണ്ണ് കാണാൻ പറ്റുള്ളൂ. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് പകരം പാസ് ത്രൂ ചെയ്യുന്നു, അതിലൂടെ അങ്ങ് സഞ്ചരിച്ച് പോകുന്നു, പുറത്തോട്ട് പോകുന്നു. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ട്രാൻസ്പാരൻ്റ് ഓർ സറ്റിൽ എനർജീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ കാണാനും പെർസീവ് ചെയ്യാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഇന്ദ്രിയമേതോ അതാണ് 6ാമത്തെ ഇന്ദ്രിയം. ദാറ്റ് ഈസ് ദ തേർഡ് ഐ. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. ഇങ്ങനെയൊന്നും ആരും പറയില്ല. ഇതിൽ തേർഡ് ഐയെ കുറിച്ച് പലതരം പുസ്തകങ്ങളും പലതരം വീഡിയോസും പലതരം ആർട്ടിക്കിൾസും കേട്ടിട്ടുണ്ട്. ആൻഡ് മറ്റ് പല വീഡിയോസിലും പറയുന്നുണ്ട് ഈ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ മൈൻഡ് റീഡിങ് പോസിബിൾ ആയിരിക്കുള്ളൂ, ഓർ ഹിപ്നോട്ടിസം പോസിബിൾ ആയിരിക്കുള്ളൂ, മറ്റൊരു മനുഷ്യൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇതെങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ടെക്നിക്കല്ല പറയുന്നത്, എങ്ങനെ ചെയ്യണം എന്നൊരു ടെക്നിക്കൊന്നും അല്ല. പക്ഷേ വാട്ട് ഈസ് ദ റിയൽ സയൻസ് ബിഹൈൻഡ് ഇറ്റ് പലവിടെയും എക്സ്പ്ലോർ ചെയ്ത് കാണാറില്ല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇൻട്രോയിൽ പറഞ്ഞു, ലൈറ്റ് പാസ് ത്രൂ ചെയ്യുന്നതിനെ കാണാനാണ് 3ാമത്തെ കണ്ണ്, അതിനെ മനസ്സിലാക്കാനാണ് 3ാമത്തെ കണ്ണ്. ഈ പാസ് ത്രൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് നോൺ ഫിസിക്കൽ ആയിട്ടുള്ള ലോകമാണ്, നോൺ ഫിസിക്കൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ്. അത് ഫിസിക്കൽ അല്ല എക്സാക്ട്ലി. നമ്മൾക്കതിനെ കാണാനോ തൊടാനോ നമ്മുടെ ഈ ചർമ്മം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പെർസീവ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ അതിനർത്ഥം അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, അത് അവിടെ ഉണ്ട്. സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യർക്കൊന്നും അതിനെ പെർസീവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ 6ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള 3ാമത്തെ കണ്ണ് ആക്ടിവേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ലോകങ്ങളെ മുഴുവനായിട്ടും പെർസീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദേവലോകം, അസുരലോകം, നാഗലോകം, പാതാളം, മനുഷ്യലോകം, ഭൂലോകം, ഇങ്ങനെ എല്ലാ പല 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 ലോകം എന്നുള്ളൊരു സഫിക്സ് വെച്ചിട്ടാണ് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈ ലോകം, എന്തുകൊണ്ട് ലോകം എന്ന് വിളിക്കുന്നു? അതിനർത്ഥം അവിടെ നമ്മളെപ്പോൾ ഒരു ഗ്രഹമുണ്ട്, അത് അവരവിടെ ഇരിക്കുകയാണ് എന്നല്ല. ഭൂമിയിൽ ഒരു ലൈഫ് ഫോം ഉണ്ട്, പ്രകൃതി, മനുഷ്യൻ, ജീവജന്തുക്കൾ പോലെ ഒരു കളക്ഷൻ ഓഫ് സെറ്റ് ഇവിടെ ഉണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് കളക്ഷൻ, പല വെറൈറ്റി. എത്ര എണ്ണിയാലും എത്ര കാറ്റഗറൈസ് ചെയ്താലും നമുക്ക് അതിനെ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത് ഈ ജന്മത്തിൽ നല്ല ഒരു ജന്മത്തും അത് കംപ്ലീറ്റ് ആവില്ല. അതുപോലെ മറ്റു പല തലങ്ങളുണ്ട്, മറ്റു പല ലൈഫ് ഫോംസ് ഉണ്ട്, മറ്റു പല ജീവന്റെ ഉറവിടങ്ങളുണ്ട്, മറ്റു പല ജീവിതങ്ങളുണ്ട്. അതിനെ സൂചിപ്പിക്കാനാണ് ലോകം എന്ന് പറയുന്നത്. എക്സാക്ട്ലി അവിടെ ഒരു വട്ടത്തിൽ പ്ലാനറ്റ് ഉണ്ട് എന്നല്ല അതിനർത്ഥം. ദർ ഈസ് എ പർട്ടിക്കുലർ ലൈഫ് ഫോം, ദർ ഈസ് എ പർട്ടിക്കുലർ ഫോം ഓഫ് എനർജി. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഇതിന്റെ അടിസ്ഥാന റൂൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള വർക്കിംഗ് ആണ്. അത് ആനിമൽസ് ആയാലും ഹ്യൂമൻസ് ആയാലും ഇങ്ങനെ പോവുള്ളൂ. അതിനർത്ഥം മറ്റു ലോകങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, അത് അവിടെ തന്നെ ഉണ്ട്. നൗ ഇഫ് എ യോഗി ഓർ എ സാധക അവരുടെ എനർജികൾ ഒരു പരിധിക്ക് മുകളിൽ ഉയരാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, കുണ്ടലിനി റൈസിംഗ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഒരു പർട്ടിക്കുലർ പിച്ചിന് മുകളിൽ അത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ അവരുടെ ബോഡിയും ക്രോസ് ചെയ്തുകൊണ്ട് എനർജി ഗ്രോ ചെയ്യാൻ ആരംഭിക്കും. നിങ്ങൾ ഓറ കണ്ടിട്ടുണ്ടാവും പല ഫോട്ടോസിലും. ഈ ഓറ ക്രമാതീതമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. പൊതുവെ ഇത്ര ഇഞ്ച് എന്നുള്ള രീതിക്കാണ് അത് ഒരു മനുഷ്യന്റെ ചുറ്റും ഉണ്ടാവുക. ബട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെയും ഒരുപാട് വളരാൻ തുടങ്ങും, അല്ലെങ്കിൽ പല ഷേപ്പിൽ അത് കൺവേർട്ട് ആവാൻ തുടങ്ങും. ചിലപ്പോൾ അത് വളരെ ഹ്യൂജ് ആവും, നമുക്കത് പെർസീവ് ചെയ്യാൻ പോലും ഒറ്റ നോട്ടത്തിൽ കാണാനോ നോക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത രീതിയിൽ അത് വികസിച്ചിട്ടുണ്ടാവും. ഇത്തരം സിറ്റുവേഷനിൽ ആ യോഗിയുടെ അല്ലെങ്കിൽ ആ ഒരു സാധകന്റെ ശരീരത്തിന് പുറത്താണ് വലിയൊരു എമൗണ്ട് ഓഫ് എനർജി നിലനിൽക്കുന്നത്. ശരീരത്തിന്റെ ഉള്ളിലൊന്ന് ഒരു ബോട്ടിൽ പോലെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന് പുറത്ത് അതിനേക്കാളും എക്സ്പാൻഡ് ആയിട്ടുണ്ട്. നൗ അവർക്ക് ശരീരത്തിന് പുറത്ത് കുറെ കൈയും കാലും കണ്ണും മുളച്ച പോലെയാണ്. ഡു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ഹ്യൂമൻ ബോഡി, നിങ്ങളുടെ എനർജി അതിന്റെ ഉള്ളിലാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കുള്ള പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, ചർമ്മം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പുറം ലോകം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് റിസീവ് ചെയ്യാനുള്ള ഒരു ലെറ്റ്സ് എ ഡോർസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനർജികൾ ഇതിന് പുറത്ത് വന്ന് ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ നൗ നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളല്ല, 6ാമത്തെ ഒരു ഇന്ദ്രിയം അവിടെ വന്നു കഴിഞ്ഞു.
ഇതാണ് ലിറ്ററലി തേർഡ് ഐ. ഇതാണ് ആജ്ഞാചക്രത്തിന്റെ വലിയൊരു ഫംഗ്ഷൻ. അത് ശരീരത്തിന് പുറത്ത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ എക്സിസ്റ്റൻസിന്റെ കാരണമായി ഫിസിക്കലിനും അപ്പുറമുള്ള ഏതൊരു ഡയമെൻഷനും പെർസീവ് ചെയ്യാൻ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടാവും, അതിനുള്ള എബിലിറ്റി ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ഈ ഫിസിക്കൽ ശരീരത്തിനപ്പുറം നിങ്ങൾക്ക് 2 കൈയും അല്ലെങ്കിൽ ചിലപ്പോൾ 1000 കൈയും 1000 കാലും കുറെ കണ്ണുകളും കുറെ ബ്രെയിനൊക്കെ മുളച്ച പോലെയാണ് ഈ ഒരു എനർജി ഒരു ലിമിറ്റിന് മുകളിൽ വളർന്നാൽ സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് പല ഫോട്ടോസിലും ദൈവങ്ങൾക്ക് കുറെ കൈകളും തലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നോട്ട് അവർക്ക് അത്രയും കൈയും തലയും ഉണ്ട് എന്നല്ല, അവർക്ക് അത്രയും എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ട്. എനർജി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു ഓറ റേഞ്ചാണ് അവർക്കുള്ളത്. നാച്ചുറലി അവർക്ക് ഈ ലോകത്ത് അറിയാത്ത ഒരു കാര്യം ഉണ്ടാവില്ല, അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടാവില്ല. അതൊരു പോയറ്റിക് വർണ്ണന മാത്രമാണ് ഡ്രോയിങ്ങിൽ, അല്ലാതെ അവർക്ക് കുറെ തലയും കൈയും ഫിസിക്കലി ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. സോ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് ഒരു സാധകൻ എത്തിക്കഴിഞ്ഞാൽ മൈൻഡ് എന്ന് പറയുന്ന തലം, വീഡിയോയുടെ പ്രധാന ടോപ്പിക്, മൈൻഡ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ കൂടെ അവരുടെ കൺട്രോളിൽ വരാൻ ആരംഭിക്കും. മൈൻഡും ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സറ്റിൽ ഡയമെൻഷനാണ്. അതും ജസ്റ്റ് ഒരു എനർജിയാണ്, ഫിസിക്കലാണ്, വെരി മച്ച് ഫിസിക്കലാണ്. പക്ഷേ ഈ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് പെർസീവ് ചെയ്യാൻ സാധിക്കില്ല. നൗ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മൈൻഡിൽ ഒരു തോട്ട് ജനറേറ്റ് ആവുകയാണ്. ഓക്കെ, ഒരു തോട്ട് ജനറേറ്റ് ആവുകയാണ്. അതിന് അത്യാവശ്യം ഇൻറ്റൻസിറ്റി ഉണ്ട്. കാഷ്വലി വരുന്ന വേഗമായിട്ട് വന്നു പോകുന്ന ചിന്തകളെ, അതിൻ്റെ വേവുകളെ അല്ല പറയുന്നത്. ശരിക്കും സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു പ്രധാനപ്പെട്ട സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചിന്തകളുടെ തീവ്രത വളരെ ശക്തമായിരിക്കും. അതിനൊപ്പം അറ്റാച്ച് ചെയ്ത് വരുന്ന വികാരങ്ങളും ശക്തമായിരിക്കും. ചിന്തകളും വികാരങ്ങളും തീവ്രത വളരെ കൂടുതലായിരിക്കും. ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങളുടെ തോട്ടിന് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്, അതിനൊരു ഭൗതിക നിലനിൽപ്പുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ചിന്തകൾക്ക് നൗ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ശരിക്കും നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷെ അത് ശരിക്കും ഫിസിക്കൽ ആയിട്ടുള്ള രൂപത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞ, മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളല്ല, തീവ്രമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇത് ഓവറായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ജനറേറ്റ് ആകുമ്പോഴാണ് അവിടെ ഇവിടേക്ക് അടിഞ്ഞുകൂടി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ലൈവിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാകുന്നത്. നൗ ഈവൻ മെഡിക്കലി ഏത് ഡോക്ടറോട് പോയാലും അവർ പറയും, ചില രോഗങ്ങൾ ഓവറായി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും സ്ട്രെസ് അടിക്കരുത്, ടെൻഷൻ അടിക്കരുത്, എങ്ങനെ ചെയ്യരുത്, മനസ്സിനിങ്ങനെ ഓവർ കുഴപ്പിക്കരുത്. എന്തുകൊണ്ടാണ് പറയുന്നത്? അതും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലെ ആ ഒരു ഡിസീസും തമ്മിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഇനി ഡിസീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഡിസ്കംഫർട്ട് വന്നാൽ പോലും അവർ പറയും സ്ട്രെസ് ചെയ്യരുത്, ഓവറായിട്ട് ടെൻഷൻ അടിക്കരുത്, നിങ്ങളുടെ വർക്ക് ലോഡ് നിങ്ങൾ കുറച്ചിരിക്കണം, ഓവറായ റിസൈൻ ചെയ്യാൻ പറയും. വൈ? എവറി ഔൺസ് ഓഫ് സ്ട്രെസ്, ഔൺസ് നമുക്ക് മെഷർ ചെയ്യാനൊന്നും പറ്റില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാണ്. ഓരോ സ്ട്രെസ്സും ഓരോ ടെൻഷനും ഓരോ ഫിയറും ഓരോ ആങ്സൈറ്റിയും ബ്രെയിനിൽ ഉണ്ടാക്കുന്നത് കെമിക്കൽസാണ്. അതൊരു പരിധിക്ക് മുകളിൽ ശരീരത്തിൽ ലോഡാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫിസിക്കലി മാനിഫെസ്റ്റ് ആവും. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രൂഫ്. മെഡിക്കലി പോലും ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണത്. എവറി ഇമോഷൻ അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. എവറി തോട്ട്സ്, അത് ഇൻറ്റൻസ് ആണെങ്കിൽ അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ആൾക്കാർ രോഗമാവുന്നവരെ അവരുടെ തലയിൽ ബോധം ഉദിക്കില്ല, അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷെ എല്ലാത്തിനും ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. നൗ ഇഫ് യു ഹാവ് ആൻ ആക്റ്റീവ് തേർഡ് ഐ, അത് ഫിസിക്കലി മാനിഫെസ്റ്റ് ആവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കതിനെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. ഇതാണ് ആക്ച്വലി മൈൻഡ് റീഡിങ്. വെൻ യുവർ തേർഡ് ഐ ഒരു ഇൻറ്റൻസിറ്റിക്ക് മുകളിൽ വൈബ്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചാൽ, അത് ഹെൽത്തി ആയിട്ട് നാച്ചുറലി യോഗാ പാത്തിലൂടെ ആക്ടിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, യോഗാ പാത്ത് എന്ന് എടുത്തു പറയാണ്, ഈ ഇൻ്റർനെറ്റിൽ കാണുന്ന 1 മാസത്തിൽ തേർഡ് ഐ തുറക്കോ 7 ദിവസം തേർഡ് ഐ തുറക്കോ അങ്ങനത്തെ മാർക്കറ്റിംഗ് ഫൂളിഷ്നെസ് അല്ല ഞാൻ പറയുന്നത്. വളരെ പ്രോഗ്രസീവ്ലി വർഷങ്ങളെടുത്ത് നാച്ചുറലി ഒരാൾക്ക് ഉണർന്നു വരുന്ന തേർഡ് ഐ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഓരോ മനുഷ്യരുടെയും ഓരോ ജീവജന്തുക്കളുടെയും കളക്റ്റീവ് എന്ന് പറയും, ഭൂമിയിൽ നടക്കുന്ന എല്ലാ ചിന്താ തരംഗങ്ങളെയും നിങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് റിയൽ മൈൻഡ് റീഡിങ്. ഇപ്പം നിങ്ങളുടെ അടുത്തോടെ ഒരാൾ പോവാണ്, ജസ്റ്റ് അവരൊന്ന് നോക്കിയാൽ മതി, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, അവരുടെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്, അവർക്ക് ചില സമയത്ത് ഏത് രോഗത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, രോഗങ്ങളില്ലെങ്കിൽ എന്താണ് അവരുടെ മെൻ്റൽ ഡിസ്റ്റർബൻസ് എന്താണ്, ഇനി നല്ല പോസിറ്റീവ് ആൾക്കാരാണെങ്കിൽ അവരുടെ പോസിറ്റിവിറ്റിക്ക് കാരണം എന്താണ്, അവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര എനർജീസ് ഉള്ളത് പോലുള്ള ഫുൾ ഡേറ്റ അവരുടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ എഫേർട്ട് ഇട്ട് വലിക്കുകയൊന്നും വേണ്ട, നിങ്ങളൊരു മിറർ പോലെയാണ്. അടുത്തോടെ ഒരാൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണാടിയിൽ അത്
റിഫ്ലക്റ്റ് ആവാൻ ആരംഭിക്കും. ഇതാണ് തേർഡ് ഐയുടെ ആ ഒരു സുപ്രീം എബിലിറ്റി. ഇതിൻ്റെ മറ്റൊരു എബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് ലോകത്ത് ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ, അറിയാത്ത ആൾക്കാരുടെ കേസിൽ അവരുടെ ഒരു ഫോട്ടോ മതി, റീസെൻ്റ് ആയിട്ട് എടുത്തൊരു ഫോട്ടോ മതി, അവരുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മീൻസ് ഇവർ നല്ലവരാണോ, മോശമായിട്ടുള്ള ആൾക്കാരാണോ, ഇവർക്ക് ഹെൽത്തി ആയിട്ടുള്ള എനർജി വേവ് ആണോ ഉള്ളത്, ഇവരുടെ ഓറ എങ്ങനെയാണ്, ഇവർക്ക് കറൻ്റ്ലി ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ മൈൻഡിൽ ഓടിയ തോട്ട്സ് എന്തൊക്കെയാണ്, അവർ ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് എന്താണ്, എല്ലാം ട്രേസ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മരിക്കുന്നവരെ, ചില സമയത്ത് മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഉള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകലമാന തോട്ട് പാറ്റേൺസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് ലൈക്ക് യു ആർ ഹാക്കിംഗ് ദെയർ മൈൻഡ്. അവിടെ നടക്കുന്ന എല്ലാ പരിപാടിയും ഇവിടെ അറിയാൻ പറ്റും. അറിയാത്തവരാണെങ്കിൽ ഒരു ഫോട്ടോ മതി. ഇനി അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻറ്റൻഷൻ മതി. ലെറ്റ്സ് സേ ഐ ഹാവ് എ ക്ലോസ് ഫ്രണ്ട്. ഇഫ് ഐ എം റിയലി കണക്റ്റഡ് ടു ഹിം ഓർ ഹെർ, ഇറ്റ്സ് പോസിബിൾ. അവരെവിടെ ട്രാവൽ ചെയ്താലും, അവരെന്ത് ചെയ്താലും, അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റം, മനസ്സിൽ വരുന്ന മാറ്റം, അവർ ഈവൻ കഴിക്കുന്ന ഭക്ഷണം, അവർ കേൾക്കുന്ന പാട്ട്, അവർ പാടുന്ന പാട്ട്, എല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കും. ദിസ് ഈസ് ദ റിയൽ പവർ ഓഫ് എ ആക്ടിവേറ്റഡ് തേർഡ് ഐ. നൗ ഇൻ ഹിപ്നോട്ടിസം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, മറ്റൊരാളെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലൂടെ പോകുന്നതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക, ഇങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്തെടുക്കുക. മൈൻഡ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തോട്ട് അങ്ങോട്ട് പ്ലാന്റ് ചെയ്യുക. യു ആർ ജസ്റ്റ് ട്രാൻസ്മിറ്റിംഗ് എ തോട്ട് ആൻഡ് പ്ലാന്റിങ് ഇറ്റ് ദെയർ. ഓക്കെ, നൗ ഇത് തേർഡ് ഐൻ്റെ ആണോ ചോദിച്ചാൽ തേർഡ് ഐയുടെ എക്സാക്ട്ലി എന്ന് പറയാൻ സാധിക്കില്ല. പകരം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു എനർജി ബോഡിക്ക് മുകളിൽ പുറത്തോട്ട് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കേസ് ഇപ്പം നിങ്ങൾ ചില മൂവീസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ 7ാം അറിവ് വന്നപ്പോഴാണ് എല്ലാവർക്കും ആ ഒരു സയൻസിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ബട്ട് ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ സ്റ്റിൽ ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. നോക്ക് മർമ്മം അല്ലെങ്കിൽ നോക്ക് മർമ്മം എന്നൊക്കെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരാളെ നോക്കിക്കൊണ്ട് അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുക, അങ്ങോട്ടേക്ക് തോട്ട് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ തളർത്തുക. മീൻസ് അവരുടെ ഒരു മർമ്മ പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് തന്നെ അവരവിടെ മയങ്ങി വീഴും. ബാക്കിൽ ഒരാൾ അടിച്ചാൽ നമ്മൾ ബോധം കിട്ടി വീഴില്ലേ, അതേപോലെ കണ്ണ് വെച്ച് മാത്രം അവരെ ഒന്ന് താഴേക്ക് അങ്ങ് വീഴ്ത്താൻ പറ്റും. ഡേഞ്ചറസ് അല്ല, നോൺ ലീത്തലാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു എബിലിറ്റി അവിടെ ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് ഇത് വളരെ കോമൺ ആണ്. ആ സമയത്ത് പോലും വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇത് മാസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് ആ കല ഫുള്ളി നഷ്ടപ്പെട്ടു പോയി, ടോട്ടലി എക്സ്റ്റെൻറ്റായി. അന്നത്തെ ചില കുടുംബങ്ങളുടെ കയ്യിൽ മാത്രം, അന്ന് പ്രാക്ടീസ് ചെയ്ത ചില രാജപരമ്പരയുടെ കയ്യിൽ മാത്രം ഇപ്പോഴും ആ സയൻസ് കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. ദേ ആർ നോട്ട് ഗോയിങ് ടു റിവീൽ, ദേ ആർ നോട്ട് ഗോയിങ് ടു ടീച്ച്. ഇതിൻ്റെ ഒരു ഹിപ്നോട്ടിസം എന്ന സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫീച്ചറും ഓൾമോസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ നിന്ന് തോട്ട് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നതിന് പകരം യു ജനറേറ്റ് എ സെർട്ടൺ മൈൻഡ് പാറ്റേൺ. നിങ്ങളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യം ഇങ്ങനെ ചിന്തിക്കുന്നു, ദെൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, ദെൻ ഇതിലൂടെ കടന്നു പോകുന്നു, ദെൻ അതിലൂടെ കടന്നു പോകുന്നു. ഇതൊരു സെറ്റാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദേ വിൽ ബിഹേവ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. എഗെയിൻ ഇത് തേർഡ് ഐയുടെ എബിലിറ്റി എന്ന് പറയാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ എനർജി എത്രത്തോളം ബോഡിയിൽ നിന്ന് പുറത്ത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ഇത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ പണ്ടത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് അറിയാൻ പറ്റും. ബുദ്ധ ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്പിരിച്വൽ ടീച്ചേഴ്സ്, സ്പിരിച്വൽ ഗുരൂസ്, അവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദേ ഹാവ് എ ലാർജ് ക്രൗഡ്. അവർ പ്രത്യേകിച്ചും സംസാരിക്കൊന്നും വേണ്ട, വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നാൽ തന്നെ അവരുടെ എനർജിയിലേക്ക് ആൾക്കാർ അട്രാക്റ്റ് ആവും. അതിൻ്റെ റീസണും അവരുടെ ബോഡിക്ക് പുറത്തെ എനർജി ഇത്രയും എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. നൗ അവരുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി ഓർ നമുക്ക് പറയുന്ന ട്രാങ്ക്വിലിറ്റി അത് പുറത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ തനിയെ ഇങ്ങോട്ട് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവരുപയോഗിക്കുന്ന ഓരോ വാക്കിനും ഓരോ സെൻറ്റൻസിനും അവർ വായ തുറന്നു കഴിഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കാൻ നിൽക്കും. എന്തോ മനോഹരമായിട്ടൊരു ഗാനം പാടുകയല്ല, ദേ ഹാവ് ദാറ്റ് മച്ച് കമാൻഡിങ് പവർ. ശരീരത്തിൻ്റെ ഉള്ളിൽ എനർജി നിൽക്കുന്നതിന് പകരം അവർക്ക് ഏറ്റവും കൂടുതലുള്ളത് പുറത്തോട്ടാണ് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി. നൗ നെക്സ്റ്റ് വരുന്ന ചോദ്യം, ഹൗ ടു മാസ്റ്റർ ദിസ് കേശി. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്? കുറേ വീഡിയോസ് കേൾക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇതിൻ്റെ ഉത്തരം എന്താണെന്ന്. അങ്ങനെ ഒരു ടെക്നിക്കില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നൗ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. അങ്ങനെയൊന്നും അല്ലല്ലോ, ഈ ആൾ പഠിപ്പിക്കണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ കണ്ടല്ലോ, ഈ ഗുരുജി എനിക്ക് കോഴ്സ് തന്നല്ലോ, ഞാൻ ചെയ്യണ്ടല്ലോ, അങ്ങനെ പല പല ക്ലെയിംസ് ഉണ്ടാവും. ജസ്റ്റ് ഇഫ് യു ഹാവ് സം കോമൺ സെൻസ് ആൻഡ് എ ബ്രെയിൻ ഇൻസൈഡ് യു, ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഒരു കാര്യമില്ലാതെ
നമ്മളെക്കാളും യുഗങ്ങൾ മുൻപ് വന്ന യോഗികളും ഋഷികളും ചക്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം മൂലാധാര എന്ന് പറയില്ല. ഒരു കാര്യമില്ലാതെ ചക്രങ്ങളിൽ 7 ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ മൂലാധാരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് കളർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ സ്പെല്ലിംഗ് നന്നായിട്ടോ അവർക്കൊരു പേഴ്സണൽ പ്രിഫറൻസോ ഒന്നും അല്ല. ഇറ്റ്സ് ലൈക്ക്, മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അത് അതിൻ്റെ 18 വയസ്സ് തികഞ്ഞിട്ടാണോ പുറത്ത് വരിക? ഒരിക്കലും അല്ല. അങ്ങനെ പുറത്ത് വന്ന ഒരാൾക്ക് ആ ഒരു കുഞ്ഞിന് അത് നന്നായിട്ട് വളരട്ടെ, നല്ല ആരോഗ്യം കിട്ടട്ടെ വേണ്ട പ്രോട്ടീൻ പൗഡർ കൊടുക്കും. ജിമ്മിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ അയക്കുമോ? ഒന്ന് ആലോചിച്ചാൽ മതി. കേൾക്കുമ്പോൾ തന്നെ ഹൗ സ്റ്റുപ്പിഡ് എന്ന് തോന്നില്ലേ? അതേ തോന്നലാണ് എനിക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരോടും തോന്നുന്നത്. സി, ഇറ്റ് ഹാസ് എ പ്രോസസ്. ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് പ്രകൃതി അതിൻ്റെ വളർച്ച തടയാത്തത്? ആര് വിചാരിച്ചാലും കുഞ്ഞ് ടീനേജിലേക്ക് പോകുന്നതും അഡൽട്ട് ആവുന്നതും തടയാൻ സാധിക്കില്ല. അതേപോലെ ആരായാലും യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളർന്ന് ഞാൻ ഈ പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നത് പ്രകൃതിക്കോ ദൈവത്തിനോ ആർക്കും തടയാൻ സാധിക്കില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ വരുന്ന വെറും സൈഡ് എഫക്റ്റുകൾ മാത്രമാണ് മൈനർ സിദ്ധികളും മേജർ സിദ്ധികളും. ഒരിക്കലും ഇത് മെയിൻ ഗോൾ അല്ല. ഇപ്പോൾ ഇവിടെ സൈക്കിക് എബിലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പണ്ടൊരു കോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് കാരണം നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. അതിലും ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറി ഇത്രയേ ഉള്ളൂ. സിദ്ധിക്ക് വേണ്ടി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ സൈഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് മൈനർ സിദ്ധി. ഏതൊരു ചെറിയ കുട്ടിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സിദ്ധി, അതാണ് മൈനർ സിദ്ധി. ആൻഡ് ദീസ് സിദ്ധീസ് സൈഡ് എഫക്റ്റുകളാണ്, മേജർ അച്ചീവ്മെൻ്റ് അല്ല. അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ക്ലിയർ. സോ ഒരു വാർണിംഗ് എന്ന രീതിയിൽ പറയാനുള്ളത്, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്, ന്യൂസ് കാണുന്നുണ്ടാവും, ഫോറിൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം മെല്ലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയിലും എത്തിയിട്ടുണ്ട്. സിദ്ധി കോഴ്സ്, അഷ്ടസിദ്ധി കോഴ്സ്. എനിക്കതോ പണ്ടൊരു ടെലഗ്രാം മെസ്സേജ് വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അഷ്ടസിദ്ധി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ എവിടെയാണ് അത് കൊടുക്കുന്നത്, നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ് നമുക്കറിയില്ല. അത് ഫെയിം ആയിരിക്കാം, അല്ലെങ്കിൽ മിക്ക സമയത്തും വെറും പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ എല്ലാവരും ദൈവം പോലെ കണ്ട് ആരാധിച്ച് കാലി വീഴെന്നുള്ളൊരു അറ്റ്മോസ്റ്റ് സ്റ്റുപ്പിഡിറ്റി ആയിരിക്കാം. ദേ ആർ ജസ്റ്റ് വർത്ത്ലെസ്, ജസ്റ്റ് പ്യുവർ വേസ്റ്റ് ആണ് അവർ ആസ് എ ഹ്യൂമൻ ബീങ്. പക്ഷെ അതേപോലെ നമ്മൾ പറയില്ലേ, ഒരു കുപ്പയിലേക്കാണ് ഈച്ചകൾ അട്രാക്റ്റ് ആവുക എന്നുള്ള പോലെ, ദേ വാണ്ട് ടു ബി ദാറ്റ് ഗാർബേജ്, എന്നാലേ കുറേ ഈച്ചകൾ അട്രാക്റ്റ് ആവുള്ളൂ. അതായിരിക്കും അവരുടെ ഇൻറ്റൻഷൻ. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതിൽ പല സമയത്തും വീണ് പോകുന്നവരെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കടത്തിൽപ്പെട്ട ആൾക്കാർ, ഇനി ജീവിതത്തിൽ രക്ഷയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മിഡിൽ ഏജ് കഴിഞ്ഞ് കുറച്ചുകൂടെ ക്രോസ് ചെയ്തവർ, എക്സാക്ട് മിഡിൽ ഏജ് അല്ല, അതും കഴിഞ്ഞ് കുറച്ചുകൂടെ ഏജ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് ഒരുപാട് ട്രോമ ഉണ്ടാവും. മേ ബി റിലേഷൻഷിപ്പ് റിലേറ്റഡ്, അല്ലെങ്കിൽ മാരേജിലായിരിക്കും, ഫാമിലി ട്രോമ, ഇൻഡിവിജ്വൽ ട്രോമ. ഇങ്ങനത്തെ ആൾക്കാരാണ് അതിൽ കൂടുതലും പെടുന്നുള്ളൂ. അല്ലാതെ ആത്മീയത അന്വേഷിച്ച് ആരും അങ്ങോട്ട് പോകുന്നത്, ഫോർച്ചുനേറ്റ്ലി ഭാഗ്യം തന്നെ പറയുള്ളൂ, അങ്ങോട്ട് പോയതൊന്നും കണ്ടിട്ടില്ല. വളരണം എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആത്മീയത അനുഭവിക്കണം എന്ന് പറഞ്ഞ് ആരും പോയത് കണ്ടിട്ടില്ല. പകരം ഇങ്ങനെ ലൈഫിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ലൈഫിൽ നിന്ന് രക്ഷയില്ല എന്ന് വിചാരിക്കുന്നവർ, നമ്മൾ പറയില്ല, അവസാനം കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം എന്ന് പറയുന്ന പോലെ, ഒരു കഴുതനെ കിട്ടി ഒരു കാല് പിടിച്ചു, സിമ്പിൾ. ബട്ട് പ്ലീസ് ട്രൈ നോട്ട് ടു ഫോൾ. ഓൾറെഡി പൈസ പോയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയും പൈസ പോകാനുള്ളൊരു വഴി എന്നല്ലാതെ സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ലൈഫിൻ്റെ കർമ്മകൾ ധൈര്യത്തോടെ ഒന്നില്ലെങ്കിൽ അനുഭവിച്ചങ്ങ് ഇല്ലാതെ ആവുക. ഓക്കെ, അല്ലെങ്കിൽ അനുഭവിച്ചതിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അങ്ങ് ഇല്ലാതാവുക, അല്ലെങ്കിൽ ആ കർമ്മത്തെ ഇല്ലാതാക്കുക. ആ കർമ്മത്തെ ഇല്ലാതാക്കാനാണ് യോഗ. ബാക്കി 2 ഓപ്ഷൻ, ഇല്ലാതാവുന്നതും ആ കർമ്മ അനുഭവിച്ച് തീർക്കുന്നതും ഏതൊരു മനുഷ്യനും സാധിക്കും. കർമ്മത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാധകന് മാത്രമേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൈ ഐ എം ഓൾ ദ ടൈം ഐ എം ക്രൈയിങ് ഹിയർ. കത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ലൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റീസൺ അതാണ്. യോഗ ചെയ്യൂ, യോഗ ചെയ്യൂ, യോഗ ചെയ്യൂ. സോ പ്ലീസ് get initiated into a proper yoga system.